അമേരിക്ക ചെകുത്താനും കടലിനും നടുക്കാണ്. അമേരിക്കയ്ക്കൊരു മിഡ് ടേം ഇലക്ഷൻ ഉണ്ടല്ലോ. അതെ. മിഡ് ടേം ഇലക്ഷനിൽ ജയിക്കുകയോ തോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പ്രസിഡൻറ്റിൻ്റെ കരങ്ങൾ വീക്കാവും മിഡ് ടേം ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ. അതെ അതെ. അപ്പോൾ ഈ മിഡ് ടേം ഇലക്ഷന് മുമ്പ് ഈ ട്രംപിന് ഈ യുദ്ധം നിർത്തണം, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം എന്ന് ട്രംപ്. അപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു ശരി ഞാൻ മാറിത്തരാമെന്ന്. ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇസ്രായേൽ ലെബനിലാണ് അവരുടെ പെരുമാറ്റം മുഴുവൻ. അതെ. അവർ മാറി. ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന്. ചേട്ടന് ഇതിൽ നിന്നും ഊരാൻ പറ്റുന്നില്ല. ഓരോ കാല് വയ്ക്കും തോറും കൂടുതൽ കൂടുതൽ ചെളിയിൽ പുതയുന്നു. ഇപ്പം മിനിഞ്ഞാന്ന് നെതന്യാഹു ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ നെതന്യാഹു പറയുകയാണ്, ഈ യുറേനിയം ഉണ്ടല്ലോ ഇറാൻ്റെ കയ്യിലുള്ള, യുറേനിയമാണ് ഒരു പ്രശ്നം. അതിനെന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ സിമ്പിളാണ്, ടേക്ക് ഇറ്റ് ഔട്ട്. നെതന്യാഹു പറയാണ് യുറേനിയമാണോ നമ്മുടെ പ്രശ്നം? ആണ്. അപ്പോൾ യുറേനിയം എടുത്തുകൊണ്ട് പോരുക. എന്നിട്ട് നെതന്യാഹു പറയുകയാണ്, ഐ ആം നോട്ട് സജസ്റ്റിംഗ് എനി മിലിറ്ററി ഓപ്പറേഷൻ. മിലിറ്ററി ഓപ്പറേഷൻ അല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് നെതന്യാഹു പറഞ്ഞില്ല. ബട്ട് നെതന്യാഹുവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. ആരും അറിയാതെ പോയിട്ട് അവിടുന്ന് യുറേനിയം കടത്തിക്കൊണ്ടുവരിക. ഇതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ. അത് ഇസ്രായേൽ ഒരു ദിവസം ചെയ്യും. ഈ ഉഗാണ്ടയിൽ പോയിട്ട് തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ തിരിച്ചെടുക്കാൻ ഇസ്രായേലിന് അറിയാമെങ്കിൽ ആ ഓപ്പറേഷൻ നടത്തിയത് നെതന്യാഹുവിൻ്റെ ചേട്ടൻ നെതന്യാഹുവാണ്. അതെ. അദ്ദേഹം മാത്രം, ഒരാൾ മാത്രം അതിൽ കൊല്ലപ്പെട്ടു. അത് ഈ നെതന്യാഹുവിൻ്റെ ചേട്ടൻ നെതന്യാഹു ആയിരുന്നു ആ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത മനുഷ്യൻ. ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ യാത്രക്കാരും എല്ലാം രക്ഷപ്പെട്ടു. ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ഇസ്രായേലികൾ എന്ന് 70s 70കളിലെ സംഭവമാണിത്. അപ്പോൾ അവർക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് യുറേനിയം തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. അത് ഏതെങ്കിലും ഒരു ദിവസം അവർ ചെയ്യും. ട്രംപ് ഈ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടെന്ന് പറഞ്ഞ് ശരി പറഞ്ഞിട്ട് അവരത് നിർത്തി. പക്ഷേ ലെബനനിൽ യുദ്ധം ചെയ്യല്ലേ എന്ന് ട്രംപ് പറഞ്ഞിട്ടും ലെബനനിൽ യുദ്ധം അവർ തുടരുന്നു. കാരണം അവർക്ക് ഹിസ്ബുള്ളയെ തീർത്തിട്ടേ പറ്റുള്ളൂ. ഇപ്പം മൊത്തം ഈ ഡിസ്പ്യൂട്ടിൽ ലക്ഷ്യബോധത്തോടെ പെരുമാറുന്നത് ഇസ്രായേലാണ്. പിന്നെ അതേ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു 30 വർഷമെങ്കിലും വേണ്ടിവരും, ടെക്നോളജി ഉള്ളപ്പോൾ പോലും. അത് ശരി. കാരണം ഇതിൻ്റെ പ്രാക്ടിക്കലി ഈ മെഷീനറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമല്ലോ. കറക്റ്റ്. കുറഞ്ഞതൊരു 25-30 കൊല്ലം എടുക്കും അത് ചെയ്യാൻ. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവ്സ് ക്ലിയറാണ്. ഒൺലി ഒബ്സ്റ്റക്കിൾ അവർക്കുള്ളത് അമേരിക്കയുടെ പോളിസിയാണ്. അമേരിക്കയെ വെറുപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ തമ്മിൽ വലിയ അടുപ്പക്കാരാണല്ലോ. അതുകൊണ്ട് ട്രംപ് പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ തൽക്കാലം മയപ്പെടുന്നു. അതേസമയം ലെബനനിൽ നിർത്താൻ പറഞ്ഞിട്ട് അവർ നിർത്തുന്നില്ല. ഹിസ്ബുള്ളയെ അവർ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.